ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ കലാമ് പഠിക്കുന്നതിന് വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. നാം ഉപയോഗിക്കുന്ന ഏതു തരത്തിലുള്ള വസ്തുക്കളാകട്ടെ, ഇലക്ട്രോണിക് വസ്തുക്കളാകട്ടെ, ഉപകരണങ്ങളാകട്ടെ, അത് ഏറ്റവും ശരിയാവണ്ണം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നിർമ്മിച്ച കമ്പനി അതിനോടൊപ്പം ലഭ്യമാക്കിയിട്ടുള്ള യൂസർ മാനുവൽ പ്രകാരം അതിനെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് മനുഷ്യനാകുന്ന നാം ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത്. അതിന് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെങ്കിൽ, അങ്ങനെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഖുർആനിന്റെ അർത്ഥം പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ അനിവാര്യവുമാണ്. അതിന് നമ്മൾ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള മാർഗത്തിൽ കൂടി തന്നെ നമ്മൾ ചലിക്കേണ്ടതുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്ക് അധ്യാപകനായി ലഭിച്ചിട്ടുള്ളത് ജാമിയ അൽ ഹിന്ദുൽ ഇസ്ലാമിയയിലെ അധ്യാപകനായിട്ടുള്ള യുവ പണ്ഡിതൻ അജ്മൽ അൽ ഹിക്കം ബക്കയത്തെയാണ്. അദ്ദേഹത്തിന് ഈ വളരെ അടുത്ത് ഹഫ്സ് ഷഅബ എന്നീ 2 റിവായത്ത് പ്രകാരം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഏറ്റവും ശരിയാവണ്ണം, ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരുന്ന ക്ലാസ്സുകൾ ുന്നതിനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് വേണ്ടി ബഹുമാൻ പണ്ഡിതൻ ഉസ്താദിനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. السلام عليكم ورحمة الله. الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان വതആലയുടെ കൽപ്പനകൾ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസിയ്യത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് ഘടകം, അതിന്റെ കോട്ടയം മണ്ഡലം സംഘടിപ്പിക്കുന്ന ഖുർആൻ ലേണിംഗ് സ്കൂൾ, അതിന്റെ 1ാമത്തെ ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പരിശ്രമം, അതിന്റെ കുറവുകളും ന്യൂനതകളും എല്ലാം പുറത്തു തന്ന് ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തുടക്കത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ സംരംഭത്തിൽ നമ്മളിവിടെ ആരംഭം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ തയ്യാറായി മുന്നിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഈ മുഴുവൻ ഇനി എത്ര ഉണ്ട്.
ക്ലാസ് നമ്മൾ സൂചിപ്പിക്കലും പരമാവധി അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ ഗമികൾ നൽകിയ വിശദീകരണം ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അഭിപ്രായം അള്ളാഹുവിന്റെ വിഷയത്തിൽ പറയാൻ ആ വിശദീകരിക്കാൻ ആയിട്ടില്ല. തന്നെയാണ് ഒരു അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഏതാനും ചില ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏത് സമയവും അള്ളാഹുവിന്റെ കലാമുമായി നാം ചെലവഴിക്കുന്ന സമയമൊക്കെയും നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന, ഓർമ്മയിൽ ഉണ്ടാകേണ്ടുന്ന സുപ്രധാനമായ ചില ഹദീസുകളാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്: ലാ യഖഉദു ഖൗമുൻ യദ്കുറൂന അല്ലാഹ അസ്സ വജൽ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അവന്റെ ദീൻ പഠിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവർ ഒരുമിച്ച് കൂടുന്നില്ല, ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക, അവർ ആ രൂപത്തിൽ ഒരുമിച്ച് കൂടിയാൽ 4 അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ഉണ്ടാകാതിരിക്കുകയില്ല. തീർച്ചയായും 4 കാര്യങ്ങൾ അവരുടെ മേൽ ഉണ്ടാകും. ഒന്ന്, ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരെ പൊതിയുന്നതാണ്. അവരോടുള്ള ആദരവ് എന്ന നിലക്ക് മലക്കുകൾ അവരെ പൊതിയും. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യം, അത് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ആളുകളുടെ മേൽ അള്ളാഹു വർഷിക്കുമെന്നാണ്. വനസലത് അലൈഹിമുസ് സകീന, മാത്രമല്ല അള്ളാഹുവിങ്കിൽ നിന്നുള്ള അസ്സകീനത്ത് എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. പ്രത്യേകമായ ദീന് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം അള്ളാഹു നൽകുന്ന ആ ഒരു അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു മനസ്സമാധാനം, അതും വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കലുള്ള സൃഷ്ടികളോട് ഇവരെ കുറിച്ച് അഭിമാനം പറയും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലും മനനത്തിലുമായി സമയം ചെലവഴിക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കൾ അവർ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആളുകളായി റഹ്മാനായ റബ്ബ് പരിചയപ്പെടുത്തിയ വിഭാഗമാണ് വിശുദ്ധ ഖുർആനിന്റെ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മനുഷ്യരിൽ നിന്ന് അവന്റെ അഹ്ലുകാരുണ്ട്, അവന്റെ സ്വന്തക്കാരുണ്ട്, അള്ളാഹുവിന്റെ ആൾക്കാരുണ്ട് മനുഷ്യരിൽ നിന്ന്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, മൻഹും, ആരാണ് പ്രവാചകരെ അക്കൂട്ടർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്ത്, അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്. ഖുർആനിന്റെ പഠനത്തിലും പാരായണത്തിലും
അതിനെക്കുറിച്ച് ചിന്തിച്ചും അതിലെ ആയത്തുകൾ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയും അങ്ങനെ ഖുർആനിന്റെ ആളുകളായി ജീവിക്കുന്ന ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ ഖാസ്സത്ത്, അള്ളാഹുവിന്റെ സ്വന്തക്കാർ അവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ്. അള്ളാഹുവിന്റെ ആളായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ റഹ്മാനായ റബ്ബാണ് ഏറ്റെടുക്കുന്നത്. അവൻ നമുക്ക് മതിയായവനാണ്. വിശുദ്ധ ഖുർആനാണ് ഈ ഒരു സ്ഥാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബു സുഫ, മദീന പള്ളിയുടെ ഓരത്ത് വീടും ഒന്നുമില്ലാത്ത ആളുകൾ ആ പള്ളിയിൽ തന്നെ താമസിക്കുകയും അവിടെ തന്നെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് പല നാട്ടിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചു മറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ദീന് പഠിക്കാനൊക്കെ വരുന്ന ആളുകളാണ്. അവർക്കവിടെ മദീന നിവാസികളല്ല അവർ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവർ താമസിച്ചിരുന്നത് പള്ളിയിൽ തന്നെയായിരുന്നു. അവരാണ് അസ്ഹാബു സുഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ. അങ്ങനെ ഞങ്ങൾ, സഹാബി പറയാണ്, ഞങ്ങൾ ഈ പള്ളിയുടെ ഓരത്ത് ഈ രൂപത്തിൽ ഇരിക്കുന്ന വേളയിൽ ഞങ്ങളിലേക്ക് അസ്ഹാബു സുഫയിൽപ്പെട്ട ആളുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കടന്നു വരികയാണ്. അവരാകട്ടെ അവർക്ക് മതിയായ വിഭവങ്ങളോ ഭൗതികമായ സമ്പാദ്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ അവിൽ അഖീഖ്, നിങ്ങളിൽ ആരാണ് എല്ലാ ദിവസവും ബുത്ഹാനിലേക്കും അഖീഖിലേക്കും പോകാൻ ഇഷ്ടപ്പെടുന്നത്? ബുത്ഹാൻ, അഖീഖ് എന്ന് പറഞ്ഞാൽ മദീനയിലെ പ്രധാനപ്പെട്ട രണ്ട് കച്ചവട മാർക്കറ്റുകളാണ്. കച്ചവട കാര്യങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചന്തകളാണെന്ത് ഈ ബുത്ഹാനും അഖീഖും. അവിടേക്ക് എല്ലാ ദിവസവും പോയി ഫയക്കിയ മിൻഹുന ബിനാഖതൈനി കൗമാവൈനി, തടിച്ചു കൊഴുത്ത രണ്ട് ഒട്ടകങ്ങളെ സ്വന്തമാക്കാൻ നിങ്ങളിൽ ആരാണ് എല്ലാ ദിവസവും അഖീഖിലേക്കും ബുത്ഹാനിലേക്കൊക്കെ പോയി ആ രൂപത്തിൽ തടിച്ചു കൊഴുത്ത രണ്ട് ഒട്ടകങ്ങളെ സ്വന്തമാക്കാൻ നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത്? മിൻ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിമിൻ, ഒരു പാപം ചെയ്യാതെ അഥവാ അപഹരിക്കാതെ മാന്യമായ രൂപത്തിൽ, ന്യായമായ രൂപത്തിൽ ഈ നിലക്ക് സമ്പാദിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ആരോടത് ചോദിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? മതിയായ ഭൗതിക വിഭവങ്ങൾ, ഭക്ഷണം പോലും മര്യാദക്ക് ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ആ ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറെ വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ഈ കന്നുകാലികൾ, ഒട്ടകം പോലെയുള്ള കാലികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളെല്ലാം അത് ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദി ഫയഅലമു ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹി അസ്സ വജൽ ഖൈറുൻ ലഹു മിൻ നാഖതൈൻ, നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോയി അവിടുന്ന് ഒരറിവ് പഠിക്കുന്നു, ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹ്, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് രണ്ട് ആയത്തുകൾ അവൻ പാരായണം ചെയ്യുന്നു, അത് പഠിക്കുന്നു, അതിന്റെ അർത്ഥവും ആശയവും എല്ലാം മനസ്സിലാക്കുന്നു, എങ്കിൽ ഖൈറുൻ ലഹു മിൻ നാഖതൈൻ, ദുനിയാവിലെ നിങ്ങൾ വലിയ സംഭവമായി കാണുന്ന ഈ രണ്ട് ഒട്ടകങ്ങളെക്കാളും നിങ്ങൾക്ക് ഉത്തമം അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വസലാസുൻ, മൂന്നായത്ത് പഠിച്ചാലോ, ഖൈറുൻ ലഹു മിൻ സലാസ്, അത് ഇതുപോലെ തടിച്ചു കൊഴുത്ത മൂന്ന് ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വ അർബഉൻ ഖൈറുൻ ലഹു മിൻ അർബഈൻ, നാലായത്ത് പഠിച്ചാൽ ഇതുപോലെ 4 ഒട്ടകങ്ങൾ, ദുനിയാവിൽ അവര് വലിയ സംഭവമായി കാണുന്ന ഈ സമ്പാദ്യത്തെക്കാളും നിങ്ങൾക്ക് ഉത്തമം അതാണ് എന്ന് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പഠിക്കലാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ പലതും നേടാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിൻ്റെ കൂടെ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി വിശുദ്ധ ഖുർആൻ നമ്മുടെ റൂഹ് പിരിയുന്നതിന് മുമ്പായി നാം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണ് എന്ന് കൃത്യമായി നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, പഠിച്ചിട്ടില്ല എങ്കിൽ, നമ്മളെക്കാളും വലിയ നഷ്ടക്കാർ വേറെ ആരാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ നമ്മളെ വിളിക്കുകയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്, ഭവനത്തിലേക്ക്, സ്വർഗീയ ആ ലോകത്തേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ വിജയത്തിലേക്ക്, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഇസ്സത്തോടു കൂടിയുള്ള, പ്രതാപത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുകയാണ്. എല്ലാ നന്മകളിലേക്കും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരമേകാതെ പിന്മാറിക്കളയാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അള്ളാഹുവിന്റെ ആ എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കുകയാണ് വിശുദ്ധ ഖുർആനിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ച ആ ഒരു തിരുചര്യയിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കുകയാണ്. അപ്പൊ അതിലേക്ക് കൃത്യമായി ആ വിളിക്ക് ചെവി കൊടുക്കാനും അതിനുത്തരമേകാനും നമുക്കൊക്കെ സാധിക്കണം. അതാണ് ദുനിയാവിൽ നമ്മൾ സമ്പാദിക്കുന്ന എല്ലാ സമ്പാദ്യത്തെക്കാളും ഉത്തമമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ പഠനം അത് കേവലം ഈ ഒരു ക്ലാസ്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനം എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ശരീരം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ അതിന് രോഗം സംഭവിക്കും, രോഗം വരും, അത് ക്ഷീണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനും അതിൻ്റെതായ ഭക്ഷണം നാം കൊടുക്കേണ്ടതുണ്ട്. ആ ഹൃദയത്തിന്റെ ഭക്ഷണമാണ് ശരിയായ അറിവ് എന്നുള്ളത്. അത് കൃത്യമായി നമ്മുടെ കൽബിന് നാം നൽകിയിട്ടില്ല എങ്കിൽ ആ കൽബ് അതിന് രോഗം ബാധിക്കും, അത് ക്ഷീണിക്കും. ഒരു വേള കൽബിന് മരണം വരെ സംഭവിക്കും, കൽബിന് രോഗം സംഭവിക്കും. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ ഹൃദയത്തിന് രോഗമുണ്ട്, അത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. മുനാഫിഖീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു പറഞ്ഞില്ലേ, ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരത്തിൽ ലാളിത്യം സ്വീകരിക്കരുത്, അഥവാ ഒരു നൈർമല്യത്തോടു കൂടി കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അത് വേണ്ടാത്ത പല ചിന്തകളും ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഇത് കൽബിന് രോഗം ബാധിക്കും, കൽബ് മരണപ്പെടും, കൽബ് മരവിക്കും. ഇതെല്ലാം ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ കൽബിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇൽമ എന്നുള്ളത്. അത് നാം നൽകുക തന്നെ വേണം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പ്രബോധനം ചെയ്തത്, ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത്. അവിടുത്തെ ജീവിതകാലം മുഴുവൻ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രബോധനം ചെയ്തത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രബോധനം എന്തായിരുന്നു, അതിന്റെ മൻഹജ് എന്തായിരുന്നു എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു ജുമുഅയിലൂടെ, അതുപോലെ സൂറത്തു ആലു ഇമ്രാനിലൂടെ ഒക്കെ അള്ളാഹു പറഞ്ഞ യാഥാർത്ഥ്യമാണത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ, എഴുത്തും വായനയും അറിയാത്ത ഈ ജനവിഭാഗത്തിലേക്ക് ഒരു പ്രവാചകനെ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചവനാകുന്നു അള്ളാഹു. അങ്ങനെ ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു. ആ പ്രവാചകൻ ചെയ്ത ഡ്യൂട്ടി എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി,
അള്ളാഹുവിന്റെ ആയത്തുകൾ ആ നബി അവർക്ക് ഓതിക്കൊടുത്തു. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധിത സമൂഹത്തിൽ ചെയ്ത ഡ്യൂട്ടിയാണ് യത്ലു അലൈഹിം ആയാതിഹി. അള്ളാഹു അവതരിപ്പിച്ച ആ ആയത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ അതവർക്ക് ഓതി കേൾപ്പിച്ചു. ആ ആയത്ത് എങ്ങനെയാണ് കൃത്യമായി അള്ളാഹു എങ്ങനെയാണോ അവതരിപ്പിച്ചത് അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കേൾപ്പിച്ചു. അതിലൂടെ വയുസക്കീഹിം, അവരെ ആ നബി അതിലൂടെ സംസ്കരിച്ചു. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ആ ജനതയെ സംസ്കരിച്ചു. ആളുകളൊക്കെ കൂടുന്ന വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിശുദ്ധ ഖുർആൻ ഓതി. അതുപോലെ നിസ്കാരത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പാരായണം ചെയ്യും, മറ്റുള്ളവരൊക്കെ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം കേട്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ മക്കാ മുശ്രിക്കുകൾ പോലും ആ പ്രവാചകന്റെ പാരായണത്തിൽ ആകർഷകരായിട്ടുണ്ട്. അത് ചരിത്രങ്ങളിൽ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതും. അതിലൂടെ ആ ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചെടുക്കുകയാണ്. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു ആ പ്രവാചകൻ. മൂന്നാമതായി ആ നബി ചെയ്ത മറ്റൊരു ബാക്കിയുള്ള പ്രവർത്തനം എന്താണ്? അതാണ് അള്ളാഹു പറയുന്നത്, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദവും വിജ്ഞാനവും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകന്റെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ചര്യയാണ്. അതും വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടപ്രകാരം ചെയ്യുന്ന ഒന്നല്ലാതെ. പ്രവാചകൻ മതപരമായി ഏതൊരു കാര്യം പഠിപ്പിച്ചാലും പറഞ്ഞാലും അതെല്ലാം വഹീന്റെ പിൻബലത്തോടുകൂടി അള്ളാഹു നൽകുന്ന ദിവ്യ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അവരെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഓതിക്കൊടുക്കുക മാത്രമല്ല, സംസ്കരിക്കുക മാത്രമല്ല, മതപരമായ മറ്റു വിജ്ഞാനങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ഒരു രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിലും നമ്മൾ ഇതേ മനഹജാണ് സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അതിന്റെ ശരിയായ രൂപത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് ഓതിത്തരും. നമ്മളൊക്കെ അത് എല്ലാവരും നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ ഓതാൻ ശരിക്കും പഠിക്കണം. ഒരു തെറ്റുപോലും ഇല്ലാതെ പരമാവധി തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ നമ്മൾ നോക്കി ഓതാൻ പറ്റുന്നവര് മനപ്പാടാക്കാൻ പറ്റുന്നവര് മനപ്പാടാക്കുക. ഒരാഴ്ചയിൽ ഒരായത്തൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഒരാഴ്ച രണ്ടായത്തൊക്കെ എടുക്കുള്ളൂ. അപ്പൊ അത് മനപ്പാടാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്തവര് കുറഞ്ഞ പക്ഷം തെറ്റില്ലാതെ ഓതാനെങ്കിലും നമുക്ക് സാധിക്കണം. അങ്ങനെ ശരിയായി ഓതാനും അതുപോലെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പാഠങ്ങൾ, നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കേണ്ടുന്ന ഒട്ടേറെ പാഠങ്ങൾ, അതെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകളിലൂടെ എന്ത് ചെയ്യും, നൽകാൻ ശ്രദ്ധിക്കും. അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റു വിധിവിലക്കുകൾ, അതിന്റെ വിശദീകരണമായി വന്ന ആയത്തുകൾ, ഹദീസുകൾ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോവുക. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഏൽപ്പിച്ച ആ ഒരു ഡ്യൂട്ടി അതേ രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് അതേ മനഹജ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലും നാം സ്വീകരിക്കുക. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമ് നമ്മൾ ശരിയായ വണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമുക്ക് അത് വലിയ മുതൽക്കൂട്ടായി, അല്ലെ, നമുക്ക് ഖുർആൻ നമുക്ക് ആശ്വാസമായി നമ്മളിലേക്ക് വരുമെന്നാണ്. യജീഉൽ ഖുർആൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് മഹ്ശറിൽ വിചാരണ ആ സമയത്ത് ഖുർആൻ വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി ആ ഖുർആൻ വാദിക്കും, യാ റബ്ബി ഹല്ലിഹി, അള്ളാഹുവേ എന്റെ ഈ കൂട്ടുകാരന് വേണ്ടി അവനെ നീ ഉടയാടകൾ അണിയിപ്പിക്കണം, സ്വർഗീയ ഉടയാടകൾ. ഫയുൽബസു താജൽ കറാമ, അങ്ങനെ ആദരവിന്റെ കിരീടം അള്ളാഹു അത്തരക്കാർക്ക്, ഖുർആനിന്റെ ആളുകൾക്ക് ഖുർആനിന്റെ ശുപാർശയാൽ നൽകുമെന്നാണ്. വീണ്ടും ഖുർആൻ പറയും, യാ റബ്ബി സിദ്ഹു, ഇതുപോലെ അള്ളാഹ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണം. അങ്ങനെ ഫയുൽബസു ഹുല്ലത്തൽ കറാമ, ആദരവിന്റെ ഉടയാടകൾ അവരെ ധരിപ്പിക്കുമെന്നാണ്. സുമ്മ യഖൂൽ, പിന്നീട് ഖുർആൻ വീണ്ടും പറയും അള്ളാഹിനോട്, യാ റബ്ബി ഇർള അൻഹു, അള്ളാഹുവേ നീ തൃപ്തിപ്പെടണം
ഈ അടിമയെ നീ തൃപ്തിപ്പെടണം. ഫയറുള്ള അൻഹു, അങ്ങനെ അള്ളാഹു ആ അടിമയെ തൃപ്തിപ്പെടുമെന്നാണ്. അങ്ങനെ ഫയുഖാലു ലഹു, ആ അടിമയോട് പറയപ്പെടും, ഖുർആനിന്റെ കൂട്ടുകാരോട് പറയപ്പെടും, ഇഖ്റ, നീ പാരായണം ചെയ്യുക, വർഖ വതുസാദു ബികുല്ലി ആയത്തിൻ ഹസന, അങ്ങനെ ഓരോ ആയത്തിനനുസരിച്ച് അവൻ നന്മകൾ കൂടും, അവന് സ്വർഗത്തിന്റെ ദറജകൾ അവൻ പഠിച്ച ആയത്തുകൾ ഓതുന്നതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, ഉന്നതങ്ങളിലേക്ക് ദറജകൾ അവന് കയറ്റപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഖുർആൻ പഠിച്ചാലുള്ള നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആളുകൾക്ക് വേണ്ടി അത് അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നെല്ലാം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഇതാണ് ആമുഖമായി നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു പഠനം ഒരിക്കലും നമുക്ക് നഷ്ടമല്ല. മാത്രമല്ല, നമ്മുടെ സിലബസ് സൂറത്തുൽ ഹജ്ജാണ് ഇൻഷാ അള്ളാ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹജ്ജാണ്. ആ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാ അള്ളാ. സൂറത്തുൽ ഹജ്ജ് എത്രാമത്തെ അധ്യായമാണ്? 22. ഓക്കെ, 22ാമത്തെ അധ്യായമാണ് മാഷാ അല്ലാഹ് സൂറത്തുൽ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ, നമ്മൾ അതിന്റെ ഒരു ആമുഖം, എന്താണ് ആ സൂറത്തുൽ ഹജ്ജിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് നമ്മളിപ്പോ പറയൂ ഇൻഷാ അല്ലാഹ്. പ്രധാനമായും സൂറത്തുൽ ഹജ്ജ് കൊണ്ട് അത് നൽകുന്ന മെസ്സേജ് എന്താണ്? സൂറത്തുൽ ഹജ്ജ് നൽകുന്നത് ബയാനു തൗഹീദ്, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, അവന്റെ ഏകത്വം, അത് ഖണ്ഡിതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ വിശദീകരിക്കുകയാണ്. മാത്രമല്ല, അതിന് ധാരാളം തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വ ഇസ്ബാത്തുൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പ് അത് സത്യമാണ്, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഈ സൂറത്തിന്റെ അവതരണ ലക്ഷ്യം. ഇത് പഠിപ്പിക്കാൻ, ഇതാണ് മെയിനായിട്ട് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ സൂറത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങൾ, ഈ സൂറത്ത് പ്രതിപാദിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ, അതുകൂടി ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. വിശദമായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ അത് മനസ്സിലാക്കും ബിഇദ്നില്ലാഹ്. ഒന്നാമതായി ഈ സൂറത്ത് തുടങ്ങുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൽപ്പനയോട് കൂടിയാണ്. അതുപോലെ ഖിയാമത്ത് നാളില് സംഭവിക്കുന്ന ഭയാനകതയും ആ ഒരു സമയത്ത് ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി ഈ സൂറത്ത്, ആ ഒരു സമയത്ത് ജനങ്ങളുടെ അവസ്ഥ, അതിന്റെ സൂറത്തിന്റെ തുടക്ക ഭാഗത്തിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത്. അതേപോലെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ അള്ളാഹു ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തി നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ മുശ്രിക്കീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ അവര് നടത്തുന്ന തർക്കവും അതിനുള്ള മറുപടിയും ഈ സൂറത്തിലെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനാണ് ആത്യന്തികമായി ഇവിടെ നിലനിൽക്കുക. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അത് വ്യക്തമായ തെളിവുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവ്, അള്ളാഹുവിന്റെ ഖുവ്വത്ത് ശരിയാവണ്ണം അതിന്റെ അങ്ങേയറ്റത്തെ ഒരു ഇതിലൂടെ അള്ളാഹു നിലനിർത്തും. അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ അള്ളാഹു അവന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു ഈ ദീനിനെ നിലനിർത്തും എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അടുത്തൊരു ഭാഗം. മാത്രമല്ല, നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് എന്ത്? അൽ ഖവിയ്യ്. ഖവിയ്യ് എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ്. അൽ ഖവിയ്യ് ഈ സൂറത്തിൽ മാത്രമാണ്, വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിൽ മാത്രമാണ്
അൽ ഖവി എന്ന നാമം അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ലഖവിയുൻ അസീസ്, ലഖവിയുൻ, ആ ലാമ് തൗക്കീദ് എന്നാണ് അറബിയിൽ പറയുക. അഥവാ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ശക്തൻ തന്നെയാണ് എന്നുള്ള ആ പ്രയോഗം സൂറത്തുൽ ഹജ്ജിലല്ലാതെ വേറൊരു സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കൂല. അപ്പോൾ സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു കാര്യം എന്ത് ചെയ്യാണ്, നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവന്റെ ഖുവ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് നിലനിർത്തും. അല്ലെ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഴിപ്പെടും. ഈ രണ്ട് സജദകൾ ഈ സൂറത്തിലുണ്ട്. തിലാവത്തിനിടയിലുള്ള പാരായണത്തിനിടയിലുള്ള രണ്ട് സുജൂദുകൾ ഈ സൂറത്തിലുണ്ട്. അത് ഒരു സുജൂദിന്റെ ഭാഗം അള്ളാഹുവിന്റെ ഖുവ്വത്തിനെ അറിയിക്കുന്ന ഒരു ഭാഗമാണ്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനൻ നാസ്. അള്ളാഹു സുബ്ഹാനഹു, നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹുവിന് ആകാശഭൂമികളിലുള്ള സകലതും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ മരങ്ങളും ചെടികളും ഒക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. ആകാശഭൂമികളിലുള്ള സകലതും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിൻ്റെതായ സുജൂദ് അത് നിർവഹിക്കുന്നു. കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ ധാരാളം ആളുകളും. അപ്പോ നമ്മൾ മനുഷ്യരിൽപ്പെട്ട കുറച്ച് ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു എന്നൊഴിച്ചാൽ ഈ പ്രപഞ്ചം മൊത്തവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കീഴിലാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളും അവന്റെ കീഴിലാണ്. അവര് ഒരു വേള ഈ ഖിയാമത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ മരണത്തോടുകൂടി അവരെന്ത് ചെയ്യും? പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുവ്വത്തും അവർ ചെയ്ത ഈ ഒരു തോന്നിവാസത്തിനുള്ള അതിനുള്ള ശിക്ഷയും അവർ ശരിയായ രൂപത്തിൽ അനുഭവിക്കും എന്ന രൂപത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കാൻ. അപ്പോ ഇസ്ലാമിനെ അള്ളാഹു നിലനിർത്തുമെന്ന കാര്യം ഈ സൂറത്തിന്റെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. പിന്നെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കുറച്ച് ആയത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ശിർക്കിന്റെ ഗൗരവം, ശിർക്ക് വീണവനെ പോലെയാണ്. ആകാശത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? പക്ഷി റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റ് അവനെയും കൊണ്ട് വേറെ എവിടേക്കിലൊക്കെ പോകും. ഇതുപോലെ ഒരു അവസ്ഥയായിരിക്കും ശിർക്ക് ചെയ്യുന്നവർക്കുണ്ടാവുക എന്ന രൂപത്തിൽ ശിർക്കിന്റെ ഗൗരവം ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഈ സൂറത്ത് പഠിപ്പിക്കുന്ന ഒന്ന് എന്താണ്? യുദ്ധം ചെയ്യാനുള്ള കൽപ്പന. അഥവാ മക്കയിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ, അവർ മക്ക മുശ്രിക്കുകളുടെ പീഡനവും മർദ്ദനമൊക്കെ സഹിച്ചിട്ട് ആദ്യ സമയത്ത് അവർക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സൂറത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള കൽപ്പന നൽകുന്നത്. മാത്രമല്ല ആഖിബത്ത്, പര്യവസാനം സത്യവിശ്വാസികൾക്കാണ് എന്ന ഒരു സന്തോഷ വാർത്തയും ഈ സൂറത്തിന്റെ പ്രതിപാദ്യ വിഷയമാണ്. അതേപോലെ സത്യനിഷേധികളുടെ നിഷേധ്യം ഒരിക്കലും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഇതിനു മുമ്പും പലരും നിഷേധിച്ചിട്ടുണ്ട്. പര്യവസാനം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമാണ്, വിജയം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമാണ് എന്ന പാഠം ഈ ഒരു സൂറത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അതേപോലെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഈ സൂറത്തിലെ ചില അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു. അതിനുശേഷം മുഅ്മിനീങ്ങളോടായി ചില ഉപദേശങ്ങൾ. ഇങ്ങനെയൊക്കെ ഈ സൂറത്തിലെ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ആയത്തുകളിലൂടെ നമ്മൾ പഠിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. നമ്മുടെ സമയം വൈകി അധികം നീട്ടിക്കൊണ്ടു പോകണില്ല. ഈ ഒരു വൈകിയ വേളയിൽ ഈ അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി, അതിന്റെ പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച ഈ ഒരു സമയം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു അധ്വാനം, അതിന്റെ കുറവുകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات
إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله على نبينا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. لا إله إلا أنت أستغفرك وأتوب أستغفرك إليك. وأتوب إليك. وأتوب إليك.